ഹലോ ഗായ്സ്, വെൽക്കം ടു ദ യൂട്യൂബ് ചാനൽ യുണൈറ്റഡ് 47. അപ്പോൾ നമ്മൾ അമറും കഥ ഇതുവരെ ഫസ്റ്റ് പാർട്ട് ചെയ്തായിരുന്നു. അതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഓക്കെ, അതിനകത്ത് നമ്മൾ പറഞ്ഞു ടെൻഹാഗിനെ സാക്ക് ചെയ്യുന്ന കാര്യം വരെയാണ്. അത് കഴിഞ്ഞാണ് ടെൻഹാഗിനെ സാക്ക് ചെയ്യുകയും ടെൻഹാഗിന് പകരം ആര് എന്നുള്ളൊരു ഇത് വന്നു. ടെൻഹാഗിനെ റീപ്ലേസ് ചെയ്യാൻ, അതായത് അമറിമല്ല, നമ്മുടെ ജിം റാക്ലിഫിന് പിന്നെ ജിം റാക്ലിഫിന് ഒരു പ്രിയപ്പെട്ട പുത്രൻ വേണം. അതായിരുന്നു സംഭവം, അതായിരുന്നു വേണ്ടത്. അങ്ങനെ എന്ന സമയത്ത് നമുക്ക് കുറേ ഓപ്ഷൻസ് വന്നു. തോമസ് ഫ്രാങ്കിൻ കുറിച്ച് പറഞ്ഞു ബ്രെഡ്ഫോർഡിൻ്റെ തോമസ് ഫ്രാങ്ക്, ഈവൻ നമ്മുടെ പോട്ടർ വാസ് എൻ ഓപ്ഷൻ. സെബ്രിയാണെന്ന് തോന്നുന്നു, ലൈക്ക് ഇപ്പോഴത്തെ നമ്മുടെ മാർസലെ ഫ്രഞ്ച് ലീഗിൽ സെക്കൻഡ് ലീഗിൽ മാർസലയുടെ ഓപ്ഷൻ വേണം. അങ്ങനെ കുറച്ചധികം ഓപ്ഷൻസ് വന്നിട്ടുണ്ടായിരുന്നു. ഇതിനാരെ ചേസ് ചെയ്യുമെന്നുള്ളൊരു ഇതിലായിരുന്നു. അപ്പോഴാണ് അമറിം എന്നൊരു ഓപ്ഷൻ. അമറിം വാസ് ലൈക്ക് എ ഹൈസ്കൂൾ സ്വീറ്റ് ഹാർട്ട് ദാറ്റ് എവരി ബോയ് വാണ്ട് ടു ഡേറ്റ് വിത്ത്. കാരണം പെപ് ഗാർഡിയോള കഴിഞ്ഞാൽ മാഞ്ചസ്റ്റർ സിറ്റിയെ റീപ്ലേസ് ചെയ്യാൻ പോകുന്ന അമറിം ആണ് എന്ന് വരെ ആ സമയത്ത് കമ്പനികൾ, അതായത് ട്രാൻസ്ഫർ റൂമേഴ്സ് ഉണ്ടായിരുന്നു. അപ്പം ബേസിക്കലി അമറിം വാസ് ദാറ്റ് ഹൈസ്കൂൾ സ്വീറ്റ് ഹാർട്ട് ദാറ്റ് എവരി വൺ വാണ്ട് ടു ഡേറ്റ്. എല്ലാവർക്കും ഡേറ്റ് ചെയ്യാനുള്ള അമറിമിനായിരുന്നു. അപ്പോൾ അവിടെ അതനുസരിച്ച് പക്വതയും യോഗ്യതയുള്ള ഒത്തിരി ക്ലബ്ബുകളുണ്ടായിരുന്നു. മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഹിസ്റ്ററി ബേസ് ചെയ്താണ് അമറിം യുണൈറ്റഡിലോട്ട് വരുന്നത്. കാരണം ബ്രൂണോ ഫെർണാണ്ടസ്, അമറിമിൻ്റെ കുറച്ച് പ്ലേയേഴ്സ് ഇവിടെ ഓൾറെഡി ഉണ്ട്. ലൈക്ക് ബ്രൂണോ ഫെർണാണ്ടസുമായിട്ടൊരു നല്ല റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. അതുപോലെ ക്രിസ്ത്യാനോ റൊണാൾഡോ ഇവിടെ ഉണ്ടാക്കിയ ലെഗസി അതിനൊരു കാരണമാണ്. പിന്നെ ഉഗാട്ടെ, അമറിമിൻ്റെ പ്രീശിഷ്യൻ ഉഗാട്ടെ ആക്കിയത് അമറിമാണ്. അപ്പം അങ്ങനെ കുറച്ച് ഫാക്ടേഴ്സ് വന്ന സമയത്താണ് ഉള്ളതുകൊണ്ടാണ് അമറിമിന് കൊടുത്ത കോൺട്രാക്റ്റാണ് ഏറ്റവും കോമഡി. അതായത് 2.5 years. അതായത് എത്ര ട്രാൻസ്ഫർ വിൻഡോ കിട്ടും? എല്ലാ ട്രാൻസ്ഫർ വിൻഡോ യൂസ് ചെയ്താൽ തന്നെ അറൗണ്ട് 2 into 4 + 1 5 5 ട്രാൻസ്ഫർ വിൻഡോ മാത്രമേ അമറിമിന് കിട്ടത്തുള്ളൂ ക്ലബ്ബ് റീബിൽഡ് ചെയ്യാൻ. അത് നമ്മളെല്ലാ ട്രാൻസ്ഫർ വിൻഡോ എങ്ങനെയാണ് നമ്മൾ പെർഫോം ചെയ്യുന്നത്, നമ്മൾ സമ്മർ ട്രാൻസ്ഫർ വിൻഡോ മാത്രമേ അറ്റ് ടോപ്പ് പീക്കിൽ നമ്മൾ എടുക്കത്തുള്ളൂ. അങ്ങനെ ഒരു സംഭവത്തിലാണ് നമ്മളിരിക്കുന്നത്. ഓക്കെ, അങ്ങനെ അമറിമിനെ അപ്പോയിന്റ് ചെയ്ത് കഴിഞ്ഞിട്ട് റാക്ലിഫ് ചെയ്ത ഒരു മേജർ മണ്ടത്തരമല്ല, ഇവർ കുട്ടി ഘോഷിച്ച്, അതായത് നമ്മുടെ ഇതിനകത്ത് പറയുന്ന പോലെ അവരെ പിറവിയുടെ ഒരു കുതിരാദ്യം എന്നായിരുന്നു ആ പുള്ളിയുടെ പേര്, ഡാനശ്വരത്താണെന്ന് പറഞ്ഞ് കഴിഞ്ഞ കുട്ടി ഘോഷിച്ച് കൊണ്ടുവന്ന ഒരു ഫുട്ബോൾ ഡയറക്ടറായിരുന്നു ഡാൻ അർഷോർത്ത്. പക്ക ഫ്ലോപ്പാണ് എന്ന് തെളിയിച്ചുകൊണ്ട് പുള്ളീനെ കോൺട്രാക്ട് ബൈ ഔട്ട് ചെയ്ത് പുള്ളിനെ റിലീസ് ചെയ്തു. പുള്ളിനെ കൊട്ടിഘോഷിച്ചാണ് ക്ലബിലോട്ട് വന്നപ്പോൾ മിക്ക ഫാൻസും, ഞാൻ ഉൾപ്പെടെ, ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കാരണം ബ്രൈറ്റൺ എന്ന് പറഞ്ഞൊരു ക്ലബിൻ്റെ മെക്കാനിസത്തിൽ വർക്ക് ചെയ്തൊരു പുള്ളി യുണൈറ്റഡിലോട്ട് വരുമ്പോൾ നമ്മൾ അത്ര എക്സൈറ്റഡ് ആയിരിക്കും. കാരണം ബ്രൈറ്റൺ എങ്ങനെ ചീപ്പ് പ്ലേയേഴ്സിനെ ഭയങ്കര നോക്കി മേടിച്ച് അവർ ഡെവലപ്പ് ചെയ്ത് വിൽക്കുന്ന ഒരു ക്ലബ്ബ്. അപ്പോൾ നമുക്ക് ടാലൻറ്റ് സ്പോട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഇതിലാണ് ഡാൻ അഷ്വർത്ത് എന്നൊരു ഇത്. അങ്ങനെ അമറിം വന്നു കഴിയുമ്പം ഇതിന് തൊട്ട് മുമ്പ് മാനിസ്റ്ററോയുടെ ഒരു ചെറിയൊരു റൺ ഉണ്ടായിരുന്നു, വിത്തൗട്ട് എ ലോസ്. അത് കഴിഞ്ഞ് മാനിസ്റ്ററോയി ഇൻട്രീം മാനേജർ എന്ന രീതിയിൽ ഇറങ്ങി ലെസ്റ്ററിൻ്റെ മാനേജറായി. അങ്ങനെ അങ്ങൊരു ട്രൂട്ടിലോട്ട് പോയി. മാനിസ്റ്ററോയി അൺബീറ്റൺ ആയിരുന്നു ക്ലബിൽ. അങ്ങനെ ഇത് വന്ന് പിന്നെ വന്നത് എന്നായിരുന്നു, പിന്നെ നമുക്കൊരു വിൻ്റർ ട്രാൻസ്ഫർ സീസൺ വന്നു. വിൻ്റർ ട്രാൻസ്ഫർ സീസൺ അതിലും അടിപൊളി. നമ്മളൊരു മേജർ സൈനിങ് വരും അമറിമിൻ്റെ ഫസ്റ്റ് സീസൺ. നമ്മൾ അമറിമിനെ ബാക്ക് ചെയ്യുമെന്നാണ് എല്ലാ ഫാൻസും കരുതുന്നത്. എവിടെ ബാക്കിങ്? ഒരു ബാക്കിങ് നമ്മൾ പാപ്പരാസി പൊട്ടങ്ങളെ കിട്ടിയാൽ മതി, ബാക്കി എല്ലാം നമുക്ക് ഓക്കെയാണ്. സത്യസന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. പാപ്പരാസി പൊട്ടം തരാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ ബാങ്ക്രപ്റ്റ് ആവും ഇങ്ങനെ പോയത്. കാരണം നമുക്ക് ഒന്നാമത്തെ ക്ലേസസ് നമ്മളെ മേടിച്ചിട്ട് ആ മേടിച്ച പൈസ നമ്മുടെ ഡെപ്റ്റാക്കി മാറ്റി അതിങ്ങനെ ഇരട്ടിച്ച് മറ്റേ മണി ചെയിൻ പോലെ കിടക്കും. അതെപ്പോൾ തീരുമെന്ന് ആർക്കും അറിയത്തില്ല. അങ്ങനെ ഒരു സാധനം, അതെന്താകുമെന്ന് പോലും ആർക്കും അറിയത്തില്ല. അത് ക്ലബിൻ്റെ തലയിലാണ്. ക്ലബ് എങ്ങനെ അതിൻ്റെ ഇടയിൽ കുറേ പോയിന്റ്ലെസ് സൈനിങ്സ്, എന്തിനാണ് ഇങ്ങനെ സൈൻ ചെയ്യുന്നത്? അങ്ങനെ ഒരു വിൻ്റർ ട്രാൻസ്ഫർ ഇതിനകത്തൊന്നും ഒന്നും ചെയ്തില്ല. നമുക്കൊരു ഡിഫൻഡർ വേണമായിരുന്നു, മിഡ്ഫീൽഡർ വേണമായിരുന്നു, ഒന്നും ചെയ്ത് നമ്മൾ ലെഫ്റ്റ് ബാക്ക് ഭയങ്കര അത്യാവശ്യമാണ്. നമ്മൾ ഡോബുവിനെ മേടിച്ചു. അത് മാത്രമാണ് ആകെ സൈനിങ്. ബാക്കി എല്ലാം അതുപോലെ തന്നെ നമുക്ക് വന്നു.
പിന്നെ നമ്മൾ ഇവർ യങ്സ്റ്റേഴ്സിനൊക്കെ സൈൻ ചെയ്തിട്ടുണ്ട്. ഹെവൻ അത് മറ്റേ നമ്മുടെ യങ് ഡയറക്ടർ ഉണ്ടായിരുന്നു, പുള്ളിയുടെ പേര് ഞാൻ മറന്നുപോയി. പുള്ളി അടിപൊളിയാണ്, പുള്ളി നല്ല സൈനിങ് ആണ്, പുള്ളി കൊണ്ടുവന്ന പ്ലേയേഴ്സ് എല്ലാം അത്യാവശ്യം നല്ലതാണ്. അപ്പോൾ അമറിമിന് പിന്നെ അമറിമിനൊരു പ്രീ സീസൺ പോലും ഇല്ല നമ്മൾ ക്ലബിലോട്ട് കൊണ്ടുവന്നു. അമറിമാണെങ്കിൽ അടുപ്പിച്ച് 3 പ്രീമിയർ ലീഗ് മാച്ച് ജയിക്കാൻ പറ്റാത്ത രീതി വരെ നമ്മൾ നിന്ന സമയമുണ്ടായിരുന്നു. അപ്പം ക്ലബിന് എന്ത് ചെയ്യണമെന്ന് ക്ലബിനും അറിയാൻ മേല, അമറിമിന് എന്ത് ചെയ്യണമെന്ന് അമറിമിനും അറിയാൻ മേല. അതാണ് ഞാൻ പറഞ്ഞത്, ടെൻഹാഗ് ഡിസേർവ് ഒരു സീസൺ ടെൻഹാഗ് ഡിസേർവ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് പെട്ടെന്ന് മാറ്റിയിട്ട് എല്ലാം കൂടെ അമറിമിന് കൊടുത്തപ്പോൾ ക്ലബ്ബ് ഷാറ്റേഡ് ആയി. ഞാൻ പറയുന്നത് ഇപ്പോൾ ടെൻഹാഗ് ക്ലബിലുണ്ടായിരുന്നു നമ്മൾ ഇതിലും ബെറ്റർ സിറ്റുവേഷൻ ആകുമായിരുന്നോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. പക്ഷേ ചാൻസസ് ഓഫ് ബീങ് ഇൻ എ ബെറ്റർ സിറ്റുവേഷൻ വാസ് റിയലി ഹൈ ഇഫ് ടെൻഹാഗ് വാസ് സ്റ്റിൽ അവർ മാനേജർ. കാരണം പുള്ളി 2 വർഷമായിട്ട് ആ ക്ലബിനെ അറിയാം, പ്ലെയേഴ്സിനെ അറിയാം. പിന്നെ റാഫേൽ വരാനൊക്കെ വന്ന് പറഞ്ഞിട്ടുണ്ട് ടെൻഹാഗ് ഡ്രസ്സിംഗ് റൂം ഓൾറെഡി ലോസ്റ്റ് ആയ പ്ലെയർ ആണെന്ന്. ബട്ട് പുള്ളിക്ക് ലൈൻ ക്രോസ് ചെയ്യാൻ കൃത്യം അറിയാം. പുള്ളി കൃത്യം ലൈൻ ക്രോസ് ചെയ്തിപ്പോൾ നമ്മൾ FA കപ്പ് എടുത്ത് നടത്തണമെങ്കിൽ വീണ്ടും UEFA യൂറോപ്പ ലീഗ് കളിക്കുമായിരിക്കും. അതേപോലെ നമുക്കൊരു കപ്പ് എന്തായാലും കിട്ടിയാണ്. എനിക്കതിൽ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പിന്നെ ടെൻഹാഗിൻ്റെ ഇപ്പം സാക്ക് ചെയ്തത് മാനേജ്മെൻറ്റാണ്. നമുക്ക് അവിടെ പവറില്ലല്ലോ. പിന്നെ റാക്ലിഫിൻ്റെ കുറേ വാഗ്ദാനങ്ങളായിരുന്നു അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട്. എന്തായിരുന്നു അത് പിന്നെ സ്മാർട്ട് സിറ്റി വരും, അത് വരും, ഇത് വരും എന്ന് പറഞ്ഞ പോലെ ഞങ്ങൾ എന്നായിരുന്നു ഫാൻ സപ്പോർട്ട്, ഫാൻ ഫോറം ഉണ്ടാക്കും, അത് ഉണ്ടാക്കും, ഇതുണ്ടാക്കും. ഇതൊക്കെ ഉണ്ടാക്കുന്നുണ്ടോ, ശരിക്കും ഫാൻസ് ഇൻട്രാക്ഷൻ ഉണ്ടോ എന്ന് ഒന്നും ആർക്കും ഒന്നും അറിയത്തില്ല. എല്ലാം ഒരു പുക മറയാണ് സത്യം പറഞ്ഞാൽ ഇപ്പം മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. അപ്പം ഇപ്പോഴത്തെ അവസ്ഥ നമുക്ക് ഇനി അറിയേണ്ട ആവശ്യമില്ല. ഇപ്പോൾ വെസ്റ്റ് ഹാം യുണൈറ്റഡുമായിട്ട് നമ്മൾ തോറ്റു, 2-0 തോറ്റു. നമ്മുടെ ആകെ ഉണ്ടായിരുന്ന ഡിഫൻഡർ യോറോ, മീൻസ് ഇൻഫോം ഡിഫൻഡർ യോറോയ്ക്ക് പിന്നെ ഇഞ്ചുറി ആയി. ഈ സീസൺ ഇരിക്കുന്ന യോറോയുടെ 2ാമത്തെ ഇഞ്ചുറിയാണ്. ഡിലീറ്റ് ഓൾറെഡി ഇഞ്ചേർഡ് ആണ്. നമുക്കൊരു മേജർ UEFA ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ, UEFA യൂറോപ്പ ലീഗ് ഫൈനൽ വരുന്നുണ്ട്. അതിൽ ഇനി ഇവരെല്ലാം വെച്ച് എന്ത് കാണിക്കുമെന്ന് നമുക്ക് തന്നെ കണ്ടറിയണം. സെർസ്കി പറഞ്ഞു ഫൈനലിൽ ഞാൻ അവൈലബിൾ ആയിരിക്കുമെന്ന് പറഞ്ഞൊരു ട്വീറ്റ് പോലെ ഇട്ടായിരുന്നു. പക്ഷേ ഇഞ്ചേർഡ് പ്ലെയറാണ്, പെട്ടെന്ന് റിക്കവറി വരുന്ന എങ്ങനെ സെറ്റ് ആകുമെന്ന് നമുക്കറിയാൻ പാടില്ല. നമുക്ക് ആകെയുള്ളൊരു ഔട്ട് ഓഫ് ഫോം സ്ട്രൈക്കറായ റാസ്മസ് ആണ്. വല്ലപ്പോഴുമാണ് ഇപ്പോൾ ഗോൾ അടിക്കുന്നത്. ഫസ്റ്റ് സീസണിൽ കാണിച്ച ഇമ്പാക്റ്റ്, ഫസ്റ്റ് സീസൺ എനിക്കൊരു പ്രീമിയർ ലീഗ് റാസ്മസ് 10 ഗോൾ അടിച്ചു. അപ്പോൾ ഈ സീസണിൽ ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്ന റാസ്മസ് ഒരു 15 അല്ലെങ്കിൽ 16 അല്ലെങ്കിൽ ഒരു 18 ഗോൾ കോൺട്രിബ്യൂഷൻ പ്ലസ് ചെയ്ത് പ്രീമിയർ ലീഗ് മാത്രം കാണിക്കുമെന്നാണ്. അതിൻ്റെ കാൽഭാഗം പകുതി പോലും എനിക്ക് 5-3 ഗോൾ എന്നാണ് റാസ്മസ് അടിച്ചിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. UEFA യൂറോപ്പ ലീഗ് ഇനിഷ്യൽ സ്റ്റേജിൽ നല്ല ഗോൾ സ്കോറിംഗ് കപ്പാസിറ്റി കാണിച്ചായിരുന്നു. അത് കഴിഞ്ഞ് അതുപോലെ തന്നെ ഫേഡ് ഔട്ടാകുന്നു. റാസ്മസ് ഫോം കണ്ടെത്തേണ്ട സമയം കഴിഞ്ഞു. അല്ലെങ്കിൽ റാസ്മസിന് അടുത്തൊരു സീസൺ കൊടുത്തിട്ട് നമുക്ക് റാസ്മസിനെ വിൽക്കേണ്ടി വരും. സെർസ്കിക്ക് എന്തായാലും അടുത്ത സീസൺ കൊടുത്തേ പറ്റും. പുള്ളി ഒരു സീസൺ ഇവിടെ വന്ന് കളിച്ചിട്ടുള്ളൂ. പുള്ളിക്ക് എന്തായാലും ഒരു സീസണും കൂടെ കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ റാസ്മസ് ആക്ച്വലി ഒരു ഇതാണ്, എന്നാ പറയുക, ഒരു പാരഡോക്സിലാണ്. അവനെ കൊടുക്കണോ വേണ്ടോ എന്നൊന്നും എനിക്ക് അറിയത്തില്ല. എന്നോട് പേഴ്സണലായിട്ടൊരു ഒപ്പീനിയൻ ചോദിച്ചാൽ ഞാൻ പറയും ഈ ഡിസേർവ് 1 more സീസൺ. കാരണം ഫസ്റ്റ് സീസൺ പുള്ളിയുടെ നല്ലതായിരുന്നു. അപ്പോൾ ഒരു സീസൺ കൂടെ പുള്ളി ഡിസേർവിങ് ആണ്, അത്ര എനിക്കറിയാം. ഇപ്പം നമ്മൾ UEFA ചാമ്പ്യൻസ് ലീഗ് ക്വാളിഫൈ ചെയ്ത് എനിക്കുന്ന ഗൊറസ്കെ പോയി സൈൻ ചെയ്യുമായിരിക്കും നമ്മുടെ സ്പോർട്ടിങ്ങിൽ നിന്ന്. അമറിമിൻ്റെ സ്വന്തം പ്ലെയറാണ്. അല്ലെങ്കിൽ വിക്ടർ ഓസിമനെ സൈൻ ചെയ്യുമായിരിക്കും. ഒന്നും പറയാൻ പറ്റത്തില്ല. ഇപ്പം ബ്രൂണോ ഫെർണാണ്ടസിന് സെല്ല് ചെയ്യും നമ്മൾ ജയിച്ചില്ലെങ്കിൽ. ഇത് എന്തൊക്കെയാണ് നമ്മൾ നടക്കാൻ പോകുന്നത്. നമ്മൾ സത്യം പറഞ്ഞാൽ ക്രാഷ് ലാൻഡ് ചെയ്യുവാണ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഈസ് ഗോയിങ് ടു ക്രാഷ് ലാൻഡ്. എന്ത്, എവിടെ, എങ്ങനെ നടക്കുമെന്ന് ആർക്കും അറിയത്തില്ല. ഇത് എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് ആ ക്ലബ് മാനേജ്മെൻറ്റിന് പോലും അറിയത്തില്ല. നമ്മൾ ഞാൻ പറയാം മറ്റേ നമ്മൾ വായിൽ എഴുതി കൂട്ടുവാണ് നമ്മുടെ പ്രഡിക്ഷൻസ്. നമ്മുടെ ഇതിങ്ങനാവും, അതിങ്ങനാവും, ഇതിങ്ങനെ എല്ലാം വായിൽ എഴുതി കൂട്ടുവാണ്. ഇപ്പം കഴിഞ്ഞ സീസണിൽ വെസ്റ്റ് ഹാമിനെതിരെ പെർഫോം ചെയ്യുന്നുണ്ട്, പക്ഷെ നമുക്ക് ഗോളായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ പെർഫോം ചെയ്തിട്ട് എന്ത് കാര്യം? സിറ്റീനെ പണ്ട് കളിയാക്കുന്നത് പൊസിഷൻ പുഴുങ്ങി, സിറ്റീനെ ഞാൻ പണ്ട് എപ്പോഴും കളിയാക്കിക്കൊണ്ടിരുന്ന കാര്യമാണ് ഗാർഡിയനെ, പൊസിഷൻ പുഴുങ്ങി തിന്നാൽ ഗോളാകത്തില്ലെന്ന്. അതുപോലെ പെർഫോമൻസ് പുഴുങ്ങി തിന്നാൽ കളി ജയിക്കത്തില്ല. നമ്മൾ പിൻ പോയിന്റ് ഫിനിഷ് വേണം, നമുക്ക് ഗോൾ സ്കോർ ചെയ്യണം, അതിനാണ് വേണ്ടത്. വി ക്യാൻ പ്ലേ ബാഡ്ലി ആൻഡ് വിൻ എ മാച്ച്. എല്ലാവരും അങ്ങനെയാണ്. എല്ലാ കളിയും 10 out of 10 അല്ല. നമ്മൾ ചിലപ്പോൾ ഒരു 6 out of 10 കളിയായിരിക്കും, പക്ഷെ നമ്മൾ ഒരു ഗോൾ എഡ്ജ് ചെയ്ത് നമ്മൾ ജയിക്കും. അപ്പം ഇതിപ്പം 8 out of 10 കളിച്ചാലും നമ്മൾ തോൽക്കുന്ന അവസ്ഥയാണ്. ഇപ്പം വെസ്റ്റ് ഹാമിനോട് തോറ്റ് നമുക്ക് അൺബെയറബിൾ ആണ്. എന്തോ ഭാഗ്യം കൊണ്ട് ടോട്ടൻഹാം അന്നത്തെ ദിവസം തോറ്റിട്ടുണ്ട്. അതെന്തിനാ പിന്നെ രണ്ടുപേരും ഒരേ തോൽപക്ഷികളാണ്. ഫൈനലി ഇനി എങ്ങനെയാണ് പെർഫോമൻസ് പറയാൻ പറ്റില്ല. നമുക്കൊരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനാണ് ഇനിയുള്ള മാച്ചസ്. ഇനി ഞായറാഴ്ച ചെൽസിക്കെതിരെ ഒരു മാച്ചാണ്. അതിലിനി എന്താണ് നമ്മൾ കാണിക്കുന്നതെന്ന് നമുക്കിനി അവിടെ വരാം. ചെൽസി, നമ്മുടെ ചെൽസിനൊക്കെ ജയിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നൊരു
ഓൺ ഫീൽഡ് കോൺഫിഡൻസ് ഉണ്ട്. ഒരു ഗെയിമിലോട്ട് ഫൈനലിലോട്ട് പോകുമ്പം വി വിൽ ബി ഗെറ്റിംഗ് ദാറ്റ് കോൺഫിഡൻസ് ഇൻ അവർ ഹാർട്ട്. ഫാൻസിനൊരു കോൺഫിഡൻസ് ഉണ്ട് ഇതിപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ. ഇതിപ്പോൾ ഒന്നുമില്ലാതെ എന്തോ ശവങ്ങളെ പോലെ ഫാൻസും ജീവിക്കുന്നു, പ്ലേയേഴ്സും ജീവിക്കുന്നു. പ്ലേയേഴ്സിന് പേച്ചക്ക് കിട്ടുന്നതാണ് അവർക്കും കുഴപ്പമില്ലാത്തൊരവസ്ഥയാണ്. ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഇത്ര മെയിൻ പ്ലേയേഴ്സിനെ ഇറക്കിയില്ലെങ്കിൽ ഒരു കളി ജയിക്കാനുള്ളൊരു മെൻറ്റാലിറ്റി. വെസ്റ്റ് ഹാമിനെ പോലെ ഒരു ഈവൻ അവരുടെ ക്ലബ് മാനേജറിനെ വരെ മാറ്റി ഒരു പുതിയ മാനേജറിനെ ഇറക്കി ഒരു ക്ലബിനെതിരെ പോലും ജയിക്കാം. നമ്മൾ ആക്ച്വലി നമ്മുടെ ഈ പോയിന്റ് കൊണ്ട് വി വിൽ മേക്ക് ഇറ്റ് റെലിഗേറ്റഡ് ഒരു 2 സീസൺ മുമ്പായിരുന്നു. അത്രയ്ക്ക് മോശമാണ്. അത്ര മോശം പോയിന്റ് ടാലിയിലാണ് നമ്മൾ നിൽക്കുന്നത്. എന്തോ ഭാഗ്യത്തിന് UEFA യൂറോപ്പ ലീഗ് നമ്മളുണ്ട്. എന്തോ കൺസിസ്റ്റൻ്റ് ആയിട്ട് അൺബീറ്റഡ് ആണ് നമ്മൾ UEFA യൂറോപ്പ ലീഗിൽ. ഇതുവരെ തോറ്റിട്ടില്ല. ഫൈനലിൽ നമ്മൾ ടോട്ടൻഹാമിനെ തോൽപ്പിക്കുമല്ലോ എന്ന് കണ്ടറിയാം. വി ആർ നോട്ട് ബീറ്റൺ ഇൻ UEFA യൂറോപ്പ ലീഗ്. യൂറോപ്പ് ലീഗ് നമ്മൾ തോൽപ്പിച്ചില്ല, നമ്മൾ തോറ്റിട്ടില്ല. അതെങ്ങനെയോ അങ്ങനെ സംഭവിച്ചു. അൺബീറ്റൺ റണ്ണിലാണ് നമ്മൾ ഈ കപ്പിച്ച് അൺബീറ്റൺ ആയിട്ട് UEFA യൂറോപ്പ ലീഗ് കപ്പടിച്ചൊരു ക്ലബ് എന്നുള്ളൊരു ഖ്യാതിയും കൂടെ നമ്മുടെ തലയിലിരിക്കും. ബട്ട് ആഫ്റ്റർ ഓൾ വി ആർ നോട്ട് ഫിനിഷിങ് ദ ചാൻസ് വി ആർ ഗെറ്റിംഗ്. അല്ലെങ്കിൽ വി ആർ നോട്ട് പിൻ പോയിന്റിങ്. പ്ലേയേഴ്സ് എന്തോ ലാക്ക് ചെയ്യുന്നുണ്ട്. അത് കോൺഫിഡൻസ് ആണോ അതോ എന്താണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. എനിവേ ഐ തിങ്ക് എവരിവൺ ഈസ് ഹോപ്പിംഗ് ഗുഡ്. പറ്റുവാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാ യൂട്യൂബേഴ്സും പറയുന്ന പോലെ. ആൻഡ് ഹോപ്പ് നമുക്ക് ഇനിയും യുഎൽസിക്കുള്ള പ്രീ മാച്ച് കോൺഫറൻസും ബാക്കി ട്രാൻസ്ഫർ റൂമേഴ്സുമായിട്ട് പിന്നെ കാണാം. താങ്ക് യു.